2026 അവസാനിക്കുമ്പോൾ സ്വർണ്ണവില എവിടെ നിൽക്കും? JP മോർഗനും ഗോൾഡ്മാൻ സാക്കും പറയുന്നത് സ്വർണ്ണവില ഒരു ഔൺസിന് $5000 വരെ എത്തിയേക്കാം എന്നാണ്. അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ ഇവിടെയാണ് മലയാളികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം. വില കൂടുമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ നേരെ ജ്വല്ലറിയിലേക്ക് ഓടും. എന്നിട്ട് പണിക്കൂലിയും GST എല്ലാം കൊടുത്ത് ആഭരണം വാങ്ങും. സത്യത്തിൽ 2026 സ്വർണ്ണവില കൂടിയാലും ആഭരണം വാങ്ങിയ നിങ്ങൾക്ക് ലാഭമുണ്ടാകുമോ? അതോ പേപ്പർ ഗോൾഡിൽ വാങ്ങിയവർക്കാണോ കൂടുതൽ ലാഭം നേടാൻ സാധിക്കുക? ഇന്നത്തെ ഈ വീഡിയോയിൽ 2026 ആഗോള പ്രവചനങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണമെന്ന് നമുക്ക് പരിശോധിക്കാം. Once again, welcome back to the Thomicha Tips powered by Dice Invest. My name is Plumsa Dice. Thomicha Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് വെറുമൊരു നിക്ഷേപമല്ല, അതൊരു വികാരമാണ്. മകളുടെ വിവാഹം, ഭാവിയിലെ സുരക്ഷിതത്വം, നാട്ടിലെ അന്തസ്സ്, ഇതിനെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് സ്വർണത്തെയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം വിവേകപൂർണമല്ലാത്ത രീതിയിൽ സ്വർണത്തിൽ ലോക്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച സാമ്പത്തിക വളർച്ച നമുക്ക് കിട്ടാതെ പോകുന്നു. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ നാട്ടിൽ വരുമ്പോൾ ലോക്കറിൽ വെക്കാൻ വേണ്ടി മാത്രം ആഭരണങ്ങൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. 2035 10,000 കോടിപതികളെ നിക്ഷേപിക്കുക എന്ന നമ്മുടെ മിഷനിൽ സ്വർണത്തെ എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ വാങ്ങി കൂട്ടുന്നതല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ വാങ്ങുന്നതാണ് സമ്പത്ത്. നമുക്ക് നമ്മുടെ തൊമ്മിച്ചിൻ്റെയും ജോസിച്ചിൻ്റെയും കാര്യം തന്നെ എടുക്കാം. 2025 ഡിസംബറിൽ രണ്ടുപേരും സ്വർണത്തിൽ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. നമ്മുടെ ജോസിച്ചൻ ആഭരണ പ്രിയനാണ്. അദ്ദേഹം നേരെ ജ്വല്ലറിയിൽ പോയി 5 ലക്ഷം രൂപയ്ക്ക് ആഭരണങ്ങൾ വാങ്ങി. പക്ഷെ അതിൽ ഏകദേശം 15% തുക, അതായത് 75,000 രൂപയോളം പണിക്കൂലിയായും GST ആയും പോയി. അതായത് ജോസിന്റെ കയ്യിൽ കിട്ടിയ സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യം വെറും 4.25 ലക്ഷം രൂപ മാത്രം. തൊമിച്ചൻ നേരെ തിരിച്ചാണ് ചെയ്തത്. അദ്ദേഹം പേപ്പർ ഗോൾഡിൽ, അതായത് ഒരു ഗോൾഡ് ഫണ്ടിലാണ് ഈ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. അവിടെ പണിക്കൂലിയില്ല, 100% തുകയും സ്വർണത്തിന്റെ മൂല്യമായി മാറി. ഇനി 2026 അവസാനമാകുമ്പോൾ വിദഗ്ധർ പറയുന്നത് പോലെ സ്വർണത്തിന്റെ വില 15% വർദ്ധിച്ചു എന്ന് കരുതുക. തൊമ്മിച്ചിന്റെ 5 ലക്ഷം രൂപ 15% വളർന്ന് 5.25 ലക്ഷം രൂപയായി. ശുദ്ധമായ ലാഭം 75,000 രൂപ. എന്നാൽ ജോസിച്ചന്റെ കാര്യമോ? സ്വർണത്തിന്റെ വില 15% കൂടിയെങ്കിലും അദ്ദേഹം വാങ്ങുമ്പോൾ കൊടുത്ത 15% പണിക്കൂലി തിരിച്ചു പിടിക്കാൻ പോലും ഈ വർധനവ് കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതായത് 2026 സ്വർണത്തിന്റെ വില റെക്കോർഡിട്ടിട്ടും ജോസിച്ചന്റെ ലാഭം വട്ടപൂജ്യം. ഇതാണ് ഫിസിക്കൽ ഗോൾഡും പേപ്പർ ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം. ഈ സാഹചര്യത്തിൽ 2026 നിങ്ങൾ എന്ത് ചെയ്യണം? 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ലക്ഷ്യം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങൾക്ക് അടുത്ത മാസം ഒരു കല്യാണത്തിന് ഇട്ടുപോകാനാണ് സ്വർണം വേണ്ടതെങ്കിൽ ധൈര്യമായി ജ്വല്ലറിയിൽ പോയി ആഭരണം വാങ്ങുക. എന്നാൽ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ മകളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ വെറുമൊരു നിക്ഷേപമായിട്ടാണോ താങ്കൾ സ്വർണത്തെ കാണുന്നതെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ലാഭകരമല്ല. അവിടെയാണ് പേപ്പർ ഗോൾഡ്, അതായത് ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എല്ലാം കടന്നു വരുന്നത്. രണ്ടാമതായിട്ട് ചെലവുകൾ കുറയ്ക്കുക എന്നതാണ്. ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നിങ്ങൾ ഏകദേശം 15% മുതൽ 25% വരെ പണിക്കൂലിയായിട്ടും GST ആയിട്ടും നൽകുന്നുണ്ട്. സപ്പോസ് 20% പണിക്കൂലിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്വർണത്തിന് ഏകദേശം 20,000 രൂപ പണിക്കൂലിയായിട്ട് നമ്മൾ ചെലവഴിക്കണം. സ്വർണത്തിന്റെ വില 20% കൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടൂ. എന്നാൽ പേപ്പർ ഗോൾഡിൽ, അതായത് ഇപ്പോൾ ഗോൾഡ് ഫണ്ടുകളിലോ ഗോൾഡ് ETF ആണെങ്കിൽ ഈ പണിക്കൂലിയില്ല. നിങ്ങൾ കൊടുക്കുന്ന പണം മുഴുവനും സ്വർണത്തിന്റെ മൂല്യത്തിലേക്ക് പോകുന്നു. മൂന്നാമതായിട്ട് സുരക്ഷിതത്വം. വീട്ടിൽ സ്വർണം വെച്ചാൽ കള്ളന്മാരെയും ബാങ്ക് ലോക്കറിൽ സ്വർണം വെച്ചാൽ ലോക്കർ ചാർജ് കൊടുക്കുകയും വേണം. പേപ്പർ ഗോൾഡിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലോ ഫോളിയോയിലോ ഡിജിറ്റലായി കിടക്കും. പരിശുദ്ധിയെക്കുറിച്ച് പേടിക്കേണ്ട, മോഷണ ഭയവും വേണ്ട. നാലാമതായിട്ട് ലിക്വിഡിറ്റി. ആഭരണം വിൽക്കാൻ പോകുമ്പോൾ പലപ്പോഴും ജ്വല്ലറിക്കാർ പല കാരണങ്ങൾ പറഞ്ഞ് തുക കുറയ്ക്കാറുണ്ട്. അപ്പോൾ തന്നെ പണം കിട്ടണമെന്ന് നിർബന്ധവുമില്ല. പേപ്പർ ഗോൾഡ്, അതായത് ഇപ്പോൾ ഗോൾഡ് ഫണ്ടുകളോ ഗോൾഡ് ETF ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈലിൽ ഒറ്റ ക്ലിക്കിൽ വിറ്റ് പണമാക്കാം.
അത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട്. അഞ്ചാമതായിട്ട് അലോക്കേഷൻ, ഇക്വിറ്റി ആൻഡ് ഗോൾഡ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. പലരും ചോദിക്കാറുണ്ട്, സ്വർണത്തിൻ്റെ വില കൂടുകയല്ലേ, അപ്പോൾ പിന്നെ ഇക്വിറ്റിയേക്കാൾ നല്ലത് സ്വർണമല്ലേ? ഇവിടെ നമ്മൾ ചരിത്രപരമായ ഒരു സത്യം മനസ്സിലാക്കണം. സാധാരണഗതിയിൽ സ്വർണം പണപ്പെരുപ്പത്തെ, അതായത് ഇൻഫ്ലേഷനെ മറികടക്കാറുണ്ട്. അരിയുടെയും പച്ചക്കറിയുടെയും വില കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയ രീതിയിൽ സ്വർണത്തിൻ്റെ വിലയും കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പണത്തിൻ്റെ മൂല്യം ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ സ്വർണം നമ്മളെ സഹായിക്കും. എന്നിരുന്നാൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ടുകളാണ് സ്വർണത്തേക്കാൾ കുറച്ചും കൂടി മികച്ച റിട്ടേൺസ് നൽകിയ ചരിത്രമുള്ളത്. സ്വർണത്തെ ഒരു ഹെഡ്ജായി മാത്രം കാണുക, അതായത് നാളെ ഓഹരി വിപണിയിലോ സമ്പദ് വ്യവസ്ഥയിലോ ഒരു ഇടിവ് വന്നാൽ ആ സമയത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു താങ്ങ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മൊത്തം പോർട്ട്ഫോളിയോയുടെ ഒരു 10% മുതൽ 15% വരെ സ്വർണത്തിൽ നിക്ഷേപിക്കുക. ബാക്കിയുള്ള തുക നിങ്ങളെ റിസ്ക് എടുക്കുവാനുള്ള കഴിവനുസരിച്ച് നല്ല ഇക്വിറ്റി ഫണ്ടുകളിൽ നൽകുകയാണെങ്കിൽ 2035 ആകുമ്പോഴേക്കും വലിയൊരു സമ്പത്ത് സൃഷ്ടിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. പ്രിയ സുഹൃത്തുക്കളെ, 2026 സ്വർണത്തിന് നല്ലൊരു വർഷമായിരിക്കും. പക്ഷെ ആ അവസരം മുതലാക്കാൻ ജോസിച്ചനെ പോലെ ജ്വല്ലറിയിലേക്ക് ഓടുകയല്ല, മറിച്ച് തൊമ്മിച്ചനെ പോലെ സ്മാർട്ടായി പേപ്പർ ഗോൾഡിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ പണിക്കൂലിയിൽ പണം കളയാതെ വിപണിയുടെ വളർച്ച പൂർണ്ണമായി സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തുമാകട്ടെ, അത് മിഷൻ 2035 നിറവേറ്റുവാൻ ഞങ്ങൾ കൂടിയുണ്ട്. ഞങ്ങൾ വഴി പേപ്പർ ഗോൾഡിൽ നിക്ഷേപിക്കാൻ താങ്കൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് ചെയ്തോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കൂ, ജീവിതം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കൂ. നന്ദി, നമസ്കാരം.